എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം സ്പോട്ട് അലോട്ട്മെന്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാക്രമം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജുകളിൽ കിട്ടി അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും ഇതുവരെ ഒരു കോളേജുകളിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഒരുപോലെ സ്പോട്ട് അലോട്ട്മെന്റ് സംബന്ധിച്ച് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. സ്പോട്ട് അലോട്ട്മെന്റ് എന്താണെന്ന് വച്ചാൽ നിങ്ങൾ നേരിട്ട് കോളേജുകളിൽ പോയി വേക്കൻസി അനുസരിച്ച് അപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണെങ്കിൽ ഈ വർഷവും സ്പോട്ട് അലോട്ട്മെന്റിന് മുൻപ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഉണ്ടാകും. ഒന്ന് കീമിന്റെ തന്നെ തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞ വർഷം പുതിയതായി വന്ന സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റുമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് ഘട്ടങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുക. സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് സ്പോട്ട് അലോട്ട്മെന്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് നിരവധി അധികം സംശയങ്ങൾ കാണും. പ്രധാനമായും ഇതിന്റെ എലിജിബിലിറ്റി, എത്രയൊക്കെ വേക്കൻസി ഓരോ കോളേജുകളിലും ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ കാണും. ഇതെല്ലാം ദൂരീകരിക്കാൻ കോളേജ് ദോസ്ത് അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ അവസരം നൽകുന്നുണ്ട്. ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുക. അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് പ്രധാനമായിട്ട് നടക്കുന്നത് ഗവൺമെന്റ് കോളേജുകളിലെ വേക്കന്റ് ആയിരിക്കുന്ന സീറ്റുകളിലേക്കാണ്. എല്ലാ പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് പ്രോസസ്സുകൾക്ക് ശേഷം അതാത് കോളേജുകൾ അവരുടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെയാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ട്, അതായത് ഒരു കോളേജിൽ തന്നെയായിരിക്കും എല്ലാ ഗവൺമെന്റ് കോളേജുകളിലെയും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുക. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ കീം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.